എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരള കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ക്വിസ് മത്സരമായ ലോഗോസ് ക്വിസ് 2026 പഠനഭാഗത്തിലെ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. രൂത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഈ അധ്യായം നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഇതിലെ പ്രധാന സംഭവങ്ങൾ: കാല പെറുക്കാൻ അനുവാദം ചോദിക്കുന്ന രൂത്ത്, ബെത്ലഹേമിലെത്തിയ നവോമിയോടെ രൂത്ത് തനിക്ക് വയലിൽ പോയി കാല പെറുക്കാൻ, അതായത് ധാന്യമണികൾ ശേഖരിക്കാൻ അനുവാദം ചോദിക്കുന്നു. നവോമിയുടെ സമ്മതത്തോടെ അവൾ വയലിലേക്ക് പുറപ്പെടുന്നു. ബോവാസിന്റെ വയലിൽ ആണ് എത്തുന്നത്. ദൈവനിയോഗത്താലെന്നവണ്ണം രൂത്ത് ചെന്നുപെട്ടത് എലീമലേക്കിന്റെ ബന്ധുവായ ബോവാസിന്റെ വയലിലായിരുന്നു. കതിർ കൊയ്യുന്നവരുടെ പിന്നാലെ നടന്ന് അവൾ ധാന്യമണികൾ ശേഖരിച്ചു തുടങ്ങി. ബോവാസ് രൂത്തിനെ ശ്രദ്ധിക്കുന്നു. വയലിലെത്തിയ ബോവാസ് പുതുതായി വന്ന ഈ യുവതിയെക്കുറിച്ച് കാര്യവിചാരകനോട് ചോദിക്കുന്നു. നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മരുമകളാണെന്നും രാവിലെ മുതൽ അവൾ കഠിനാധ്വാനം ചെയ്യുകയാണെന്നും അയാൾ മറുപടി പറയുന്നു. ബോവാസ് രൂത്തിനോട് സംസാരിക്കുകയും മറ്റൊരു വയലിലും പോകാതെ തന്റെ വയലിൽ തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവളുടെ വിശ്വസ്തതയെയും നവോമിയോടുള്ള സ്നേഹത്തെയും അവൻ പ്രശംസിക്കുന്നു. അവൾക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും നൽകാൻ അവൻ വേലക്കാരോട് നിർദ്ദേശം നൽകുന്നു. രൂത്തിനു വേണ്ടി ബോവാസ് തന്റെ വേലക്കാരോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. അവൾക്ക് പെറുക്കാൻ വേണ്ടി കറ്റകളിൽ നിന്ന് മനഃപൂർവ്വം ചില കതിരുകൾ വലിച്ചെറിയുക. അവൾ ധാരാളം ധാന്യം ശേഖരിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പുവരുത്തി. നവോമിയുമായുള്ള സംഭാഷണം: വൈകുന്നേരം ഏകദേശം എഫ ശേഖരിച്ച് അവൾ വീട്ടിലെത്തി. ഇത്രയധികം ധാന്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് അത്ഭുതപ്പെട്ട നവോമിയോടെ താൻ ബോവാസിന്റെ വയലിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് രൂത്ത് പറയുന്നു. ബോവാസ് തങ്ങളുടെ അടുത്ത ബന്ധുവാണെന്നും അവനെ അനുഗ്രഹിക്കണമെന്നും നവോമി സന്തോഷത്തോടെ പറഞ്ഞു. ഇതാണ് 2-ാം അധ്യായത്തിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഈ 2-ാം അധ്യായത്തിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലാണ് ചോദ്യവും ഉത്തരവും അവതരിപ്പിക്കുന്നത്. ചോദ്യം 1: നവോമിയുടെ ഭർത്താവായ എലീമലേക്കിന്റെ ബന്ധുവായ ആൾ ആരായിരുന്നു? ഉത്തരം: എ മഹലോൻ, ബി ബോവാസ്, സി കിലിയോൺ, ഡി ഒബേദ്. ഉത്തരം ബി ആണ് ബോവാസ്. ചോദ്യം 2: ബോവാസിനെ കുറിച്ച് ബൈബിളിൽ നൽകിയിരിക്കുന്ന വിശേഷണം എന്താണ്? ബോവാസിനെ കുറിച്ച് ബൈബിളിൽ നൽകിയിരിക്കുന്ന വിശേഷണം എന്താണ്? ഉത്തരം: എ ഒരു പ്രവാചകൻ, ബി ദരിദ്രൻ, സി പ്രബലനും സമ്പന്നനും, ഡി അന്യദേശക്കാരൻ. ഉത്തരം സി ആണ് പ്രബലനും സമ്പന്നനും. ചോദ്യം 3: വയലിൽ പോയി കതിർ പെറുക്കാൻ നവോമിയോടെ അനുവാദം ചോദിച്ചത് ആര്? ഉത്തരം: എ ഓർപ്പ, ബി രൂത്ത്, സി അയൽവാസികൾ, ഡി വേലക്കാർ. ഉത്തരം ബി ആണ് രൂത്ത്. ചോദ്യം 4: ആരുടെ കരുണ ലഭിക്കുമെന്നാണ് രൂത്ത് പ്രത്യാശിച്ചത്? ഉത്തരം: എ ബോവാസിന്റെ, ബി നവോമിയുടെ, സി ആരുടെയെങ്കിലും കണ്ണിൽ കരുണ കണ്ടാൽ അവരുടെ പിന്നാലെ, ഡി രാജാവിന്റെ. ഉത്തരം സി ആണ് ആരുടെയെങ്കിലും കണ്ണിൽ കരുണ കണ്ടാൽ അവരുടെ പിന്നാലെ. ചോദ്യം 5: രൂത്ത് കതിർ പെറുക്കാൻ ചെന്നു ചേർന്ന വയൽ ആരുടേതായിരുന്നു? ഉത്തരം: എ എലീമലേക്കിന്റെ, ബി നവോമിയുടെ, സി ബോവാസിന്റെ, ഡി മഹലോണിന്റെ. ഉത്തരം സി ആണ് ബോവാസിന്റെ. ചോദ്യം 6: ബോവാസ് ബെത്ലഹേമിൽ നിന്ന് എത്തിയപ്പോൾ കൊയ്ത്തുകാരോട് പറഞ്ഞ അഭിവാദ്യം എന്താണ്? എ നിങ്ങൾക്ക് സമാധാനം, ബി കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, സി നിങ്ങൾ വേഗം കൊയ്യുക, ഡി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉത്തരം ബി ആണ് കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ചോദ്യം 7: കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ബോവാസിനോട് മറുപടി പറഞ്ഞത് ആര്? ഉത്തരം: എ നവോമി, ബി രൂത്ത്, സി കൊയ്ത്തുകാർ, ഡി 10 പ്രമാണികൾ. ഉത്തരം സി ആണ് കൊയ്ത്തുകാർ. ചോദ്യം 8: വയലിൽ കതിർ പെറുക്കുന്ന യുവതിയെക്കുറിച്ച് ബോവാസ് ആരോടാണ് ചോദിച്ചത്? ഉത്തരം: എ നവോമിയോടെ, ബി തന്റെ വേലക്കാരോട്, സി കൊയ്ത്തുകാരുടെ മേൽനോട്ടക്കാരനായ ദാസനോട്, ഡി രൂത്തിനോട് നേരിട്ട്. സി. ഉത്തരം സി ആണ് കൊയ്ത്തുകാരുടെ മേൽനോട്ടക്കാരനായ ദാസനോട്. ചോദ്യം 9:
അവൾ മോവാബ് ദേശത്തു നിന്ന് നവോമിയോടൊപ്പം വന്ന ഡാഷ് യുവതിയാണ്. ശൂന്യമായ ഭാഗം പൂരിപ്പിക്കുക. എ മിടുക്കിയായ, ബി മോവാബിയ, സി പാവപ്പെട്ട, ഡി യഹൂദ. ഉത്തരം ബി ആണ് മോവാബിയ. ചോദ്യം 10. കൊയ്ത്തുകാരുടെ പിന്നാലെ കതക് പറക്കാൻ രൂത്ത് ആരോടാണ് അനുവാദം ചോദിച്ചത്? ഉത്തരം എ ബോവാസിനോട്, ബി നവോമിയോട്, സി മേൽനോട്ടക്കാരനോട്, ഡി കർത്താവിനോട്. ഉത്തരം സി ആണ് മേൽനോട്ടക്കാരനോട്. ചോദ്യം 11. രൂത്ത് എപ്പോഴാണ് വയലിൽ ജോലി തുടങ്ങിയത്? എ ഉച്ചയ്ക്ക് ശേഷം, ബി അതിരാവിലെ, സി വൈകുന്നേരം, ഡി തലേ ദിവസം. ഉത്തരം ബി ആണ് അതിരാവിലെ. ചോദ്യം 12. ജോലിയിൽ നിന്ന് രൂത്ത് എവിടെയാണ് അല്പനേരം വിശ്രമിച്ചത്? ഉത്തരം എ വീട്ടിൽ, ബി മരത്തണലിൽ, സി വയലിലെ കുടിലിൽ, ഡി നഗരവാതിൽക്കൽ. ഉത്തരം സി ആണ് വയലിലെ കുടിലിൽ. ചോദ്യം 13. മകളെ കേൾക്കുക, മറ്റൊരു വയലിലും നീ കതക് പറക്കാൻ പോകരുത്. ഇത് ആരോട് പറഞ്ഞതാണ്? എ നവോമി രൂത്തിനോട്, ബി ബോവാസ് രൂത്തിനോട്, സി മേൽനോട്ടക്കാരൻ രൂത്തിനോട്, സി ഡി കൊയ്ത്തുകാർ രൂത്തിനോട്. ഉത്തരം ബി ആണ് ബോവാസ് രൂത്തിനോട്. ചോദ്യം 14. നീ ആരുടെ കൂടെ നിൽക്കണമെന്നാണ് ബോവാസ് രൂത്തിനോട് ആവശ്യപ്പെട്ടത്? എ എൻ്റെ വേലക്കാരോടൊപ്പം, ബി എൻ്റെ വേലക്കാരികളോടൊപ്പം, സി നിന്റെ അമ്മായിയമ്മയോടൊപ്പം, ഡി മറ്റ് സ്ത്രീകളോടൊപ്പം. ഉത്തരം ബി ആണ് എൻ്റെ വേലക്കാരികളോട് ഒപ്പം. ചോദ്യം 15. ബോവാസിന്റെ വാക്കുകൾ കേട്ട് രൂത്ത് എന്ത് ചെയ്തു? എ നന്ദി പറഞ്ഞു, ബി ഉറക്കെ കരഞ്ഞു, സി സാഷ്ടാംഗം പ്രണമിച്ച് തറയോളം കുനിഞ്ഞു, ഡി അവിടെ നിന്ന് ഓടിപ്പോയി. ഉത്തരം സി ആണ് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദിയോടെ പ്രണമിച്ച് തറയോളം കുനിഞ്ഞു. ഇനി നമുക്ക് രൂത്തിന്റെ 2-ാം അധ്യായത്തിലെ 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യവും ഉത്തരവും നോക്കാം. ചോദ്യം 1. ഭർത്താവിന്റെ മരണശേഷം രൂത്ത് അമ്മായിയമ്മയ്ക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് വിവരിച്ചത് ആര്? എ നവോമി, ബി മേൽനോട്ടക്കാരൻ, സി ബോവാസ്, ഡി പട്ടണവാസികൾ. ഉത്തരം സി ആണ് ബോവാസ്. ചോദ്യം 2. ആരുടെ ചിറകിൻ കീഴിലാണ് അഭയം തേടി രൂത്ത് വന്നിരിക്കുന്നത് എന്നാണ് ബോവാസ് പറയുന്നത്? എ മാതാപിതാക്കളുടെ, ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ, സി നവോമിയുടെ, ഡി ബോവാസിന്റെ. ഉത്തരം ബി ആണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ. ചോദ്യം 3. അങ്ങയുടെ ദാസിമാരിൽ ഒരുവളാകാൻ പോലും യോഗ്യതയില്ലാത്ത എന്നെ അങ്ങ് ആശ്വസിപ്പിച്ചു. ഇത് രൂത്ത് ആരോടാണ് പറഞ്ഞത്? ഉത്തരം എ നവോമിയോട്, ബി മേൽനോട്ടക്കാരനോട്, സി ബോവാസിനോട്, ഡി വേലക്കാരനോട്. ഉത്തരം സി ആണ് ബോവാസിനോട്. ചോദ്യം 4. ഭക്ഷണ സമയത്ത് രൂത്തിനോട് അടുത്തു വരാനും കഷണം എന്തിൽ മുക്കി കഴിക്കാനും ഭക്ഷിക്കാനുമാണ് ബോവാസ് പറഞ്ഞത്? എ പാലിൽ, ബി തേനിൽ, സി വീഞ്ഞിൽ, ഡി എണ്ണയിൽ. ഉത്തരം സി ആണ് വീഞ്ഞിൽ. ചോദ്യം 5. ഭക്ഷണ സമയത്ത് ബോവാസ് രൂത്തിന് എന്താണ് നൽകിയത്? എ വറുത്ത ധാന്യം, ബി അപ്പം, സി മാംസം, ഡി പഴങ്ങൾ. ഉത്തരം എ ആണ് വറുത്ത ധാന്യം. ചോദ്യം 6. രൂത്ത് ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞതിന് ശേഷം ബാക്കി വന്നത് എന്ത് ചെയ്തു? എ കളഞ്ഞു, ബി ദരിദ്രർക്ക് നൽകി, സി സൂക്ഷിച്ചു വെച്ചു, ഡി വേലക്കാർക്ക് കൊടുത്തു. ഉത്തരം സി ആണ് സൂക്ഷിച്ചു വെച്ചു. ചോദ്യം 7. രൂത്തിനെ എവിടെ നിന്ന് പോലും കതക് പറക്കാൻ അനുവദിക്കണമെന്നാണ് ബോവാസ് തന്റെ ദാസന്മാരോട് കൽപ്പിച്ചത്? ഉത്തരം എ വയലിന്റെ അതിരിൽ നിന്ന്, ബി കറ്റകൾക്കിടയിൽ നിന്ന്, സി കളപ്പുരയിൽ നിന്ന്, ഡി മെതിക്കളത്തിൽ നിന്ന്. ഉത്തരം ബി ആണ് കറ്റകൾക്കിടയിൽ നിന്ന്. ചോദ്യം 8. രൂത്തിനു വേണ്ടി കറ്റകളിൽ നിന്ന് മനഃപൂർവ്വം ധാന്യം വലിച്ചിടാൻ ബോവാസ് ആരോടാണ് നിർദ്ദേശിച്ചത്? ഉത്തരം എ മേൽനോട്ടക്കാരനോട്, ബി കൊയ്ത്തുകാരോട്, സി ദാസന്മാരോട്, ഡി നവോമിയോട്. ഉത്തരം ബി ആണ് കൊയ്ത്തുകാരോട്. ചോദ്യം 9. വൈകുന്നേരം വരെ കാലാവധിക്ക് ധാന്യം മെതിച്ചപ്പോൾ രൂത്തിന് ഏകദേശം എത്ര അളവ് കിട്ടി? എ 1 പറ, ബി 2 പറ, സി 10 പറ, ഡി അരപ്പറ. ഉത്തരം എ ആണ് 1 പറ. ചോദ്യം 10. രൂത്ത് താൻ പറക്കിയ ധാന്യവും ഭക്ഷണത്തിന്റെ ബാക്കിയും കൊണ്ട് ആരുടെ അടുത്തേക്കാണ് പോയത്? എ മാതാപിതാക്കളുടെ, ബി തന്റെ അമ്മായിയമ്മയുടെ, സി ഓർപ്പായുടെ, ഡി ബോവാസിന്റെ.
ഉത്തരം ബി ആണ് തൻ്റെ അമ്മായിയമ്മയുടെ. ചോദ്യം 11. രൂത്ത് ജോലി ചെയ്ത വയലിന്റെ ഉടമസ്ഥനെ നവോമി വിശേഷിപ്പിച്ചത് എപ്രകാരമാണ്? എ അന്യൻ, ബി നമ്മുടെ അടുത്ത ബന്ധു, സി വിദേശി, ഡി രാജാവ്. ഉത്തരം ബി ആണ് നമ്മുടെ അടുത്ത ബന്ധു. ചോദ്യം 12. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്നവനെന്ന് നവോമി ആരെയാണ് സ്തുതിച്ചത്? എ ബോവാസിനെ, ബി കർത്താവിനെ, സി എലീമലേക്കിനെ, ഡി രൂത്തിനെ. ഉത്തരം ബി ആണ് കർത്താവിനെ. ചോദ്യം 13. കൊയ്ത്ത് തീരുവോളം രൂത്ത് ആരുടെ കൂടെ നിൽക്കണമെന്നാണ് ബോവാസ് ഉപദേശിച്ചത്? എ തൻ്റെ കൂലിക്കാരുടെ കൂടെ, ബി തൻ്റെ വേലക്കാരോടൊപ്പം, സി തൻ്റെ ദാസിമാരുടെ കൂടെ, ഡി നവോമിയുടെ കൂടെ. ഉത്തരം ബി ആണ് തൻ്റെ വേലക്കാരോടൊപ്പം. ചോദ്യം 14. മറ്റൊരു വയലിൽ പോയാൽ ആരെങ്കിലും ഉപദ്രവിച്ചേക്കാം എന്ന് കരുതി ബോവാസിനെ വേലക്കാരികളോടൊപ്പം പോവാൻ രൂത്തിന് നിർദ്ദേശം നൽകിയത് ആര്? ഉത്തരം എ നവോമി, ബി മേൽനോട്ടക്കാരൻ, സി അയൽവാസികൾ, ഡി എലീമലേക്ക്. ഉത്തരം എ ആണ് നവോമി. ചോദ്യം 15. ഏതെല്ലാം കൊയ്ത്തു തീരുവോളമാണ് രൂത്ത് ബോവാസിന്റെ വേലക്കാരികളോടൊപ്പം കതക്. എ ഗോതമ്പ് കൊയ്ത്തും മുന്തിരിക്കൊയ്ത്തും, ബി ബാർലി കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും, സി യവം കൊയ്ത്തും ഒലിവ് കൊയ്ത്തും, ഡി മുന്തിരിക്കൊയ്ത്തും യവം കൊയ്ത്തും. ഉത്തരം ബി ആണ് ബാർലി കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും. ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.